അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? ഇവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ പ്രഭാതവേളയിൽ മനോഹരമായി നാഥനെ സ്തുതിച്ചതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായ പോസിറ്റീവ് വൈബുകൾ മാത്രം നിറഞ്ഞൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാത്തിരുന്ന റബീഇൻ്റെ പൊന്നമ്പിളി ഇൻഷാ അല്ലാഹ് 2 ദിവസത്തിനകം നമ്മിലേക്ക് കടന്നു വരികയാണ്. അഷ്റഫുൽ ഖൽക്കിൻ്റെ മാസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ളവർക്കൊക്കെ റബീഅ് കടന്നു വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും ആനന്ദവുമാണ്. കാരണം ഹബീബിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം. ഈ മാസത്തെപ്പോലെ മഹത്തരമായ മറ്റെന്താണുള്ളത്? ഹബീബിൻ്റെ ജന്മത്തിന് അല്ലാഹു റബ്ബുൽ ആലമീൻ തിരഞ്ഞെടുത്തൊരു മാസമാണത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇതൊക്കെ പഠിക്കുന്നതിന് മുൻപ് ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ എതിർക്കാൻ വേണ്ടി ചിലപ്പോൾ പുത്തൻവാദികളായ, അറിവില്ലാത്ത, ജാഹിലുകളായ ആരൊക്കെയോ മലയാളത്തിൽ എഴുതി പിടിപ്പിച്ചത് വായിച്ച് പഠിച്ച് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേക്കാം. ആ ഒരു കുഴപ്പത്തിൽ നിന്നുകൊണ്ട് ഈ അമലുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രതിഫലം കിട്ടൂല. അപ്പോൾ ഇഖ്ലാസ് നമ്മളിൽ അത്യന്താപേക്ഷിതമാണ്. ഇഖ്ലാസോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാകട്ടെ, അവിടുത്തെ ജന്മത്തിൽ സന്തോഷിക്കുന്നതാകട്ടെ, വീടുകൾ അലങ്കരിക്കുന്നതാകട്ടെ, എല്ലാം ഇഖ്ലാസോടുകൂടെ ചെയ്താൽ നാഥനായ റബ്ബിൻ്റെ തൃപ്തി നമുക്ക് ഉറപ്പല്ലേ. അപ്പോൾ നമ്മളെ വസ്വാസാക്കാൻ വരുന്നവരുടെ മുമ്പിൽ നമുക്ക് ഈമാനോടെ നിൽക്കാനായി നമ്മുടെ ആദർശം നമ്മളൊന്ന് പഠിച്ചു വെക്കണ്ടേ. ഇவ்விഷയകമായി മൗലിദുമായി ബന്ധപ്പെട്ട്, മീലാദുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ഇന്നൊന്ന് ചർച്ച ചെയ്യാം. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ അമലുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ സമാധാനം നിറയും, സന്തോഷം നിറയും, സ്വസ്ഥത നിറയും, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സഹായം ലഭിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഭംഗിയായി പരിഗണിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാദിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിൽ അല്പമെങ്കിലും ഈമാനുള്ളൊരു മനുഷ്യന് റബീഉൽ അവ്വലിനെ എങ്ങനെ മാറ്റി നിർത്താൻ കഴിയും? കാരണം ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിപ്പിക്കാനായി പടച്ചവൻ തിരഞ്ഞെടുത്തൊരു മാസമാണ്. ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയം ചില അത്ഭുതകരമായ കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ റബീഉൽ അവ്വലിൽ ഇത് കൃത്യമായി നിങ്ങൾ ചിട്ടപ്പെടുത്തിയാൽ നമ്മുടെ ലൈഫ് മനോഹരമായി തീരും ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന, മുസ്ലിംകളെ വഴിപിഴപ്പിക്കുന്ന ഒരു മാസം കൂടെയാണ് റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് മാർഗദർശനം നൽകുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക മാത്രമല്ല, നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരെയും ഹിദായത്തിലേക്ക് ക്ഷണിക്കണം. പടച്ച റബ്ബ് തൗഫീക്ക് നൽകട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് വിജയിക്കാൻ വേണ്ടത് എന്താണ്? അടിസ്ഥാനപരമായി തഖ്വയാണ്. നമുക്കൊക്കെ അറിയാം അല്ലേ? തഖ്വയില്ലാതെ എന്ത് നിസ്കരിച്ചിട്ടും, എത്ര നോമ്പ് പിടിച്ചിട്ടും, എത്ര സക്കാത്ത് പിടിച്ചിട്ടും വല്ല കാര്യമുണ്ടോ? ഇല്ല. തഖ്വ അത് തീർച്ചയാണ്, നിർബന്ധമായും ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ആ തഖ്വയുടെ ഒരു പ്രധാനപ്പെട്ട അടയാളാണ് നമ്മളിന്ന് പറയുന്നത്. സൂറത്തുൽ ഹജ്ജിൻ്റെ 32-ാമത്തെ ആയത്ത്, ദാലിക വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. എന്താ പടച്ചവൻ പറയണേ? പടച്ചോന് കുറേ ചിഹ്നങ്ങളുണ്ട് എന്നാ, അള്ളാഹ്ക്ക് കുറേ ചിഹ്നങ്ങളുണ്ട്. ഈ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നവർ അത് തഖ്വയുള്ളവരാണ്. നമുക്കറിയുന്ന ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് കൈപ്പത്തി അറിയാം, പിന്നെ അരുവാൾ ചിറ്റിക അറിയാം, പിന്നെ ഏണി അറിയാം. ചിലയിടങ്ങളിൽ അത് കോണിയാണ്, ചിലയിടങ്ങളിൽ ഗോവണിയാണ്. ഏതായിക്കോട്ടെ, നമുക്ക് അങ്ങനെ അറിയാം. അങ്ങനെ പല ചിഹ്നങ്ങളും നമുക്കറിയാം. അതിങ്ങനെ കാണുമ്പോൾ ആ ആദർശം ഏതാണോ അത് നമുക്ക് മനസ്സിലാകും ഇല്ലേ? എന്നാൽ പടച്ചോനുണ്ട് കുറേ ചിഹ്നങ്ങൾ. എന്തൊക്കെയാണ് അള്ളാൻ്റെ ചിഹ്നങ്ങൾ? അള്ളാൻ്റെ ചിഹ്നങ്ങൾ എന്താ? അള്ള ബഹുമാനിച്ച സ്ഥലങ്ങൾ, അള്ള ബഹുമാനിച്ച സമയങ്ങൾ, അള്ള ബഹുമാനിച്ച മാസങ്ങൾ, അള്ള ബഹുമാനിച്ച മഹാരഥന്മാർ, അള്ള ബഹുമാനിച്ച മഹാരഥന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, സമയങ്ങൾ, മൃഗങ്ങൾ പോലും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം അല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ 158-ാമത്തെ ആയത്ത്, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ. സുബ്ഹാനല്ലാഹ്. പടച്ചവൻ പറയുന്നുണ്ട്, സഫയും മറുവയും അള്ളാൻ്റെ ചിഹ്നങ്ങളാണ്. ആർക്കാ സംശയമുള്ളത് അല്ലേ?
സഫയും മർവയും അള്ളാൻ്റെ ചിഹ്നങ്ങളാണ്. എന്നിട്ട് പറയുന്ന നോക്കിയേ, ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ, ആരെങ്കിലും ഉംറ ചെയ്താൽ സഫയിലും മറുവയിലും സഅയ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ശരിക്കും അങ്ങനെ പറയേണ്ടത്, ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ടൊരു കർമ്മമാണ് സഅയ് അല്ലേ. സഫയും മറുവയിലും നമ്മൾ നടക്കണ്ടേ, വേഗം ഓടുന്നത് പോലെ നടക്കണം അല്ലേ, സഅയ് ചെയ്യണം. അത് നിർബന്ധമായ കർമ്മമാണ്. പക്ഷേ പടച്ചവനോട് പറയണ എന്താ, നിങ്ങൾ ചെയ്യണം എന്നല്ല, ചെയ്യണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്തോ ഒരു കുഴപ്പം അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്താ കുഴപ്പമെന്നറിയോ? ആദ്യകാലത്ത് സഫാ കുന്നിൻ്റെ മുകളിൽ ഈസാഫ് ദേവൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ. മർവാ കുന്നിൻ്റെ മുകളിൽ നായില ദേവിയുടെ പ്രതിമയും ഉണ്ടായിരുന്നു. ആരാണ് ഈസാഫും നായിലയെന്നറിയോ? കഅബാലയത്തിൻ്റെ മുമ്പിൽ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞു മാറ്റി പച്ചയായി നിന്ന് വ്യഭിചരിച്ച 2 മനുഷ്യർ. അള്ളാഹുവിൻ്റെ ശാപം അവർക്കിറങ്ങി, അവർ കരിങ്കൽ സ്തൂപങ്ങളായി മാറിപ്പോയി. അപ്പം അന്നുണ്ടായിരുന്നവർ, പിൽക്കാലത്ത് വരുന്നവരൊക്കെ ഇത് കണ്ടു പഠിക്കട്ടെ, ഒരു പാഠമായി ഇവിടെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, ആ പ്രതിമയെ അവിടെ വെച്ചു. പക്ഷേ ജാഹിലിയ കാലഘട്ടമല്ലേ, 2 എണ്ണത്തിൻ്റെ 2 മലയിൽ കൊണ്ടുവരുത്തിയിട്ട് ആളുകൾ പൂജിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരാശങ്ക വരും, നമ്മൾ ബഹുമാനത്തോടുകൂടെ സഫയിലും മർവയിലും ഇങ്ങനെ കയറി നടക്കുമ്പോൾ അതിപ്പോൾ ഈ വിഗ്രഹങ്ങൾ ഇന്നലെ വരെ ശിർക്ക് നടന്ന സ്ഥലമല്ലേ, അവിടെ ഇനിയിപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? അവിടെ എങ്ങനെയാണ്? അപ്പോൾ മക്ക വിജയത്തിന് ശേഷം അള്ളാൻ്റെ ഹബീബ് അതൊക്കെ ക്ലീൻ ചെയ്തു, എല്ലാത്തിനും ക്ലീൻ ചെയ്തു, ആ വിഗ്രഹങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞു. എന്നാൽ പോലും ഇന്നലെ വരെ ശിർക്ക് നടന്ന സ്ഥലമല്ലേ. സ്വഹാബത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശങ്ക വന്നപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. കണ്ടോ, സഫയും മർവയും അള്ളാൻ്റെ ചിഹ്നങ്ങളാണ്. അവിടെ എന്ത് ശിർക്ക് നടക്കുന്നുണ്ടോ അതൊന്നും നിങ്ങൾ നോക്കണ്ട, അള്ളാൻ്റെ ചിഹ്നമാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ, അവിടെ നിങ്ങൾ സഅയ് ചെയ്തോ. ശരി, ഇതെങ്ങനെ അള്ളാൻ്റെ ചിഹ്നമായത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു പ്രവാചകൻ നടന്ന സ്ഥലമല്ല, ഒരു പ്രവാചകൻ്റെ ഭാര്യ സയ്യിദത്തുന ഹാജർ റളിയല്ലാഹു അൻഹ, ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പടച്ചവനിൽ തവക്കുലാക്കി നടന്ന നടത്തുണ്ടല്ലോ, ആ നടത്തം കൊണ്ട് ആ പെണ്ണിനെ ഓർത്ത്, ഹാജറ എന്ന പെൺമണിയെ ഓർത്ത് നമ്മൾ ഇന്ന് നടക്കണം സഫയും മറുവയും. എന്തേ? അത് തഖ്വയുടെ അടയാള. ആ ബഹുമാന പുരസ്സരം അവിടെ നടന്നില്ല എങ്കിലോ ഹജ്ജ് പോലും ശരിയാവൂല. അതാണ് വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. തഖ്വയുള്ള ഹൃദയങ്ങളിൽ നിന്നേ ആദരവുണ്ടാവുള്ളൂ. അല്ലാത്തവരെന്താ, അവർക്കിപ്പോൾ ഹജ്ജിൻ്റെ ഒരു അമൽ നിലക്ക് വെറുതെ ഓടി ഇറങ്ങി ഇങ്ങ് പോരും, അല്ലാതെ മനസ്സിലേക്ക് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വരില്ല, അവിടുത്തെ തവക്കുൽ കടന്നു വരില്ല, ആ ബഹുമാനാദരവുകൾ കടന്നു വരില്ല. എന്തേ? തഖ്വ ഇല്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു അള്ളാഹ് ബഹുമാനിച്ച സ്ഥലങ്ങൾ, അതുപോലെ അള്ളാഹ് ബഹുമാനിച്ച മഹാരഥന്മാരുമായി ബന്ധപ്പെട്ട മൃഗങ്ങൾ പോലും. സൂറത്തുൽ ഹജ്ജിന്റെ 36-ാമത്തെ ആയത്ത് നോക്കുങ്ങൾ, വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്. ബലിമൃഗങ്ങൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ബലിമൃഗം ഒരു പ്രവാചകന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറുക്കുന്ന ആ അറവുണ്ടല്ലോ, അത് അള്ളാഹിൻ്റെ ചിഹ്നമാണ്. ആ പ്രവാചകനുമായി ബന്ധപ്പെട്ട ഇല്ലേ, അവിടുത്തെ ഭാര്യയുടെ കാൽപാദം പതിഞ്ഞ മണ്ണ്, ബഹുമാന പുരസ്സരം നമ്മൾ ചവിട്ടി നടക്കണം, അത് അള്ളാഹിൻ്റെ ചിഹ്ന. പടച്ചവനെ, ആ മഹാന്റെ ഓർമ്മയിൽ നമ്മൾ അറുക്കുന്ന അറവ് മൃഗം അള്ളാഹുവിൻ്റെ ചിഹ്നമാണെന്ന് സുബ്ഹാനല്ലാഹ് പടച്ചറബ് പഠിപ്പിക്കാൻ. എന്നിട്ട് പടച്ചവൻ പറയുന്നുണ്ട് സൂറത്തുൽ മാഇദയുടെ 2-ാമത്തെ ആയത്ത് എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലൂ ശആഇറല്ലാഹ്. ഈമാനുള്ളവരെ, അല്ലാത്തവരെ വിളിക്കണില്ല. മുസ്ലിം പേരിൽ പലരും ഉണ്ടാവും. ഈമാനുള്ളവർക്ക് ഇതിനോടൊക്കെ ഒരു ആദരവും ബഹുമാനം ഉണ്ടാവുള്ളൂ. ഈമാനുള്ളവരെ ലാ തുഹില്ലൂ ശആഇറല്ലാഹ്. അള്ളാഹിൻ്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കല്ലേ മക്കളെ, അള്ളാഹിൻ്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കല്ലേ. യാ റബ്ബനാ, പടച്ചവൻ്റെ എത്ര കൃത്യമായ നിർദ്ദേശമാണ്. മുഅ്മിനീങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച അള്ളാഹു തിരഞ്ഞെടുത്ത മുത്തുനബിയെ ജനിപ്പിക്കാൻ തിരഞ്ഞെടുത്ത ആ റബീഉൽ അവ്വൽ, അതിനെത്ര മഹത്വം ഉണ്ടാകണം അല്ലേ? മുത്തുനബിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, സമയങ്ങൾ, ഇതിനൊക്കെ എത്ര മഹത്വം ഉണ്ടാകണം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ചില ആളുകൾക്ക് റസൂലുള്ളാഹിൻ്റെ ബർത്ത്ഡേ അങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുക. റസൂലുള്ളാഹിൻ്റെ ജന്മം ആഘോഷിക്കുന്ന എന്തിനാ? ഈ പറയുന്നവന്മാർ ഇവരുടെ സംഘടനയുടെ വാർഷിക ആഘോഷിക്കും അല്ലേ, ഇവരുടെ സംഘടനകളുടെ ഒക്കെ വാർഷിക ആഘോഷിക്കും. അതിനൊന്നും കുഴപ്പമില്ല. ഹിറാ ഗുഹയിൽ വഹി ഇറങ്ങിയതിൻ്റെ വാർഷികാഘോഷം നബിതങ്ങൾ നടത്തിയിരുന്നോ? ഇല്ല. പിന്നെ എന്തിനതൊക്കെ നടത്തണേ? അവരുടെ ആദർശം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, പ്രബോധനം ചെയ്യാൻ റസൂലുള്ളാഹി അങ്ങനെ നടത്തിയിരുന്നോ? ഇല്ല. അപ്പോൾ നിങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് വാർഷികം നിങ്ങൾക്ക് നടത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയം വരുമ്പോൾ ഒന്ന് സന്തോഷിക്കാൻ നിങ്ങൾക്ക് മടിയാ അല്ലേ? നിങ്ങൾക്ക് പ്രയാസം അത്.
സുബ്ഹാനല്ലാഹ്. അതിൻ്റെ പേരാണ് നിങ്ങൾക്ക് മുത്തുനബിയേക്കാൾ വലുത് നിങ്ങളുടെ സംഘടനയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ മൗലവിമാരെ നിങ്ങൾ പുകഴ്ത്തി പറയുമ്പോഴും റസൂലുള്ളാഹിനെ കുറിച്ച് സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞ് അങ്ങ് തരം താഴ്ത്തുന്നത്. യാ അള്ളാഹു എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനിൽ അള്ളാഹു വർധനവ് നൽകുമാറാകട്ടെ. പടച്ച റബ്ബ്, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു കാര്യത്തിന് പേര് നൽകുമ്പോൾ ആ പേരിന് എത്ര വാല്യൂ ഉണ്ടാകും അല്ലേ? ഈ മാസങ്ങൾക്കൊക്കെ ആരാ പേര് വെച്ചത്? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. കണ്ടോ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് മൊഴിഞ്ഞാലും അത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹ് പറയാത്തതൊന്നും പറയില്ല പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവും റസൂലും കൂടെയാണ്. അള്ളാഹുവിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരപ്പെട്ടതാണ് ഏത് മാസങ്ങളുടെ പേര്? മുഹറം പവിത്രമായ മാസം, റമളാൻ പാപങ്ങളെ കരിക്കുന്ന മാസം, ദുൽഹജ്ജ് ഹജ്ജിൻ്റെ മാസം, റബീഉൽ അവ്വൽ. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് ഈ റബീഅ് എന്ന് പറഞ്ഞാൽ വസന്തകാലമാണ്. വസന്തകാലം എന്ന് പറഞ്ഞാൽ നല്ല പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന നല്ല സുന്ദരമായ കാലാവസ്ഥയാണ് റബീഅ്. പക്ഷേ എല്ലാ റബീഉൽ അവ്വലും ഉണ്ടാകുന്നത് വസന്തകാലത്താണോ? അല്ല, ശൈത്യകാലത്ത് വരാം, ഉഷ്ണകാലത്ത് വരാം, എല്ലാ സമയത്തും റബീഉൽ അവ്വൽ മാറി മാറി വരാം. പിന്നെ എന്തുകൊണ്ടാണ് റബീഅ് വസന്തം എന്ന് പേര് വരാൻ കാരണം? വരണ്ടുണങ്ങിയ മാനവ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കാരുണ്യത്തിൻ്റെ തിരുനാളവുമായി കടന്നു വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ വസന്തം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയ പോരെ. അപ്പണ്ട് ഒരു അവ്വൽ, റബീഉൽ അവ്വൽ, ആദ്യത്തെ വസന്തം. അന്തങ്ങനെ പേര് വരാൻ കാരണം? ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന അവിടുത്തെ സുനനിലെ ഹദീസാണ് 20596 ഹദീസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം കേട്ടോ. മത്താ കുൻത നബിയ്യൻ യാ റസൂലല്ലാഹ്, അങ്ങ് എപ്പോഴാണ് നബിയായത്? നമുക്കറിയൂലേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40ാമത്തെ വയസ്സിലാണ് അവിടത്തേക്ക് നുബുവത്ത് ലഭിച്ചത്. പിന്നെന്തുകൊണ്ടായിരിക്കും സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വീണ്ടും ചോദിക്കുന്നത് എപ്പോഴാണ് നബിയായത്? അതിന് ചില സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മുത്തുനബി തങ്ങളുടെ സംസാരത്തിൽ. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ സ്വഹാബത്ത് ഇങ്ങനെ മദീന പള്ളിയിലിരുന്ന് മൂസാ നബിയുടെ മൗലിദ് പറയാണ്. മൂസാ കലീമുല്ലാഹ്, മൂസാ നബിയെ വല്ലാതെ ഇങ്ങനെ പൊക്കി പറയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി അങ്ങോട്ട് കടന്നു വരുന്നത്. ഒരൊറ്റ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ കാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. ഇന്നെങ്ങാനും മൂസ ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ പിന്നാലെ വരികയല്ലാതെ മൂസക്ക് ഒരു ഓപ്ഷനും വേറെ ഉണ്ടാവില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, അന സയ്യിദു വുൽദി ആദം മക്കളുടെ മുഴുവൻ നേതാവ് ഞാനാണ് കേട്ടോ. ആരാ പറയണേ? പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെയാ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഇന്നുള്ളവരുടെ നേതാവാകാം അല്ലേ? ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് ജനിക്കാനിരിക്കുന്ന ആളുകളുടെ നേതാവാകാം. പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് 1000 കൊല്ലം മുമ്പുള്ള മനുഷ്യരുടെ നേതാവാകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ മനസ്സിലായി എനിക്ക്? ഇന്നിപ്പോൾ ഈ ഇപ്പം ഞാനിങ്ങനെ ഇരിക്കണം, ഞാൻ പറയണം എൻ്റെ ഒരു 1000 കൊല്ലം മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാരുടെയൊക്കെ നേതാവാണ് ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് വല്ല ഭ്രാന്താ നിങ്ങൾ പറയൂലേ? എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരുടെയും നേതാവ് ഞാനാണ്. അപ്പം സ്വഹാബത്തിന് സംശയം ചോദിച്ചു, മത്താ കുൻത നബിയ്യൻ, അങ്ങ് എപ്പോഴാണ് ശരിക്കും നബിയായത്? അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, കുൻതു നബിയ്യ വൽ ആദമു ബൈന ത്വീനി വൽ മാ. ആദം നബി അലൈഹി സ്വലാമിൻ്റെ റൂഹൂതപ്പെടുന്നതിന് മുൻപേ ഞാൻ നബിയാണ് സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ഹദീസിൻ്റെ ഗ്രന്ഥം 1ാമത്തെ ഹദീസ് എന്താണെന്നറിയോ? ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹു അല്ലാഹു തആല. 1ാമത്തെ ഹദീസാണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് എന്താണ്? പുണ്യ നബിയെ, ആദ്യമായി അല്ലാഹ് പടച്ചത് എന്താണ്? അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു പടച്ചത് നൂറ നബിയിക യാ ജാബിറു, ജാബിറേ നിൻ്റെ പ്രവാചകൻ്റെ പ്രകാശത്തെയാണ് അള്ളാഹു ആദ്യമായി പടച്ചതെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അപ്പോൾ പേര് കറക്റ്റായി. റബീഉൽ അവ്വൽ, ആദ്യത്തെ വസന്തം സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരി, ഇനി ഈ ദിവസത്തിൽ സന്തോഷിച്ചാൽ നമുക്ക് വല്ലതും കിട്ടും? തെളിവുണ്ട്. എവിടെയുണ്ട്? ബുഖാരിയിലുണ്ട്. ബുഖാരിയിലെവിടെ? കിതാബുൻ നിക്കാഹിലുണ്ട്. നിക്കാഹിൻ്റെ അധ്യായം എത്രാം നമ്പർ ഹദീസാണ്? 5101 ഹദീസാണ്.
ഏതാ ബുഖാരി? അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാ, അള്ളാഹുവിൻ്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികതയുള്ളത് സ്വഹീഹുൽ ബുഖാരിയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയിലെ 5101 ഹദീസ് നിങ്ങൾ പഠിക്കേ. എന്താണ് അതിലുള്ളത്? അബൂലഹബ് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയാണ് അല്ലേ, ഏറ്റവും വെറുക്കപ്പെട്ടവനാണ്. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب. അബൂലഹബും അവൻ്റെ കുടുംബമൊക്കെ നശിച്ചു പോട്ടെ എന്നാണ് റബ്ബുൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ച ദിവസവും നരകത്തിൽ കുടിവെള്ളം, നല്ല ശുദ്ധമായ കുടിവെള്ളം കിട്ടുമത്രേ. എന്താ അതിൻ്റെ കാരണം എന്നറിയോ? ഇമാം ബുഖാരി പറയുന്നുണ്ട്, ബിഅതാകത്തി സുവൈബ, സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു അബൂലഹബിന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കണ സമയത്ത് അന്ന് അബ്ദുള്ള റളിയല്ലാഹു അൻഹു അബൂലഹബിൻ്റെ സഹോദരനാണ്. അപ്പോൾ സഹോദരനൊരു കുട്ടി ജനിച്ചല്ലോ. അപ്പോൾ ഓടി വന്ന് പറയണം, അബൂലഹബേ മരിച്ചുപോയ നിങ്ങളുടെ സഹോദരൻ അബ്ദുള്ള ഉണ്ടല്ലോ, അബ്ദുള്ളക്ക് ദേ ഒരു കുഞ്ഞ് പറഞ്ഞിരിക്കുന്നു, നബിയാണെന്നൊന്നും അവൻ അറിയില്ലല്ലോ. ഉടനെ പറഞ്ഞു, അൻതി ത്വാലിക്കത്തുൻ, മോളെ ഇന്നു മുതൽ നീ മോചിതയാണ്, നീ അടിമയല്ല, നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു, നിനക്ക് പോകാം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണപ്പോൾ നബിയാണെന്ന് പോലും അറിയാതെ ആ സന്തോഷ വർത്തമാനം പറഞ്ഞ അറിയിച്ചു കൊടുത്ത പെണ്ണിനെ ആ സന്തോഷത്തിൽ മോചിപ്പിച്ചതിൻ്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും നരകത്തിൽ ശുദ്ധമായ കുടിവെള്ളം അബൂലഹബിന് ലഭിക്കുന്നുണ്ടെങ്കിൽ മുത്തുനബിയാണ് എന്ന് ബോധ്യമുള്ള നമ്മൾ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിൽ സന്തോഷിച്ചാൽ എത്രയെത്ര പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പണ്ട് ചില ആളുകൾ വരും, നബി മരിച്ച ദിവസം അന്നല്ലേ, സങ്കടപ്പെട്ടിരിക്കേണ്ട ദിവസമല്ലേ. യാ അല്ലാഹ്, പറയുന്നത് കേട്ടാൽ തോന്നും അന്ന് സങ്കടപ്പെട്ട് നെഞ്ചുപൊട്ടി ഇവർ കരയായിരിക്കുന്നു. പച്ചക്കളവല്ലേ പറയാ അല്ലേ. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ലോകം മുഴുവൻ വേദനിച്ച സമയമാണ്. ഈ ഇസ്ലാമിനൊരു കുഴപ്പമുണ്ട്. ഇസ്ലാമിൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, അറിവില്ലാതെ പറഞ്ഞു പോകരുത്. അതായത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖാചരണം എത്ര ദിവസമാണ്? 3 ദിവസം. അത് ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് 4 മാസവും 10 ദിവസമാണ് ഇദ്ദയുടെ കാലഘട്ടം. അത് കഴിഞ്ഞ് അവൾക്ക് വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കാം. ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ദുഃഖിക്കുന്നത്, നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത് ഷിയാക്കളാണ്. മുഹറം 10 അന്ന് നെഞ്ചെല്ലാം വലിച്ചു കീറി ശരീരം മുഴുവൻ കുത്തിക്കീറുന്ന ആ ഷിയാക്കളുണ്ടല്ലോ, അവരാണ് കൊല്ലം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ നെഞ്ച് വലിച്ചു കീറാനും ശരീരത്തിൽ രക്തം പൊട്ടി ഒലിപ്പിക്കാനും തയ്യാറാകുന്നത് അവരാണ്, പൊട്ടിക്കരയുന്നത് അവരാണ്. നിങ്ങൾ ഷിയാക്കളാണോ? ഇതിനെയൊക്കെ എതിർത്ത് റസൂലുള്ള വഫാത്തായ ദിവസം കരയണം എന്ന് പറഞ്ഞ് നടക്കുന്നവരെ, നിങ്ങൾ ഷിയാക്കളാണെങ്കിൽ നിങ്ങൾ കരഞ്ഞോളൂ. ഞങ്ങളോട് മുത്തുനബി തങ്ങൾ ഒരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഹയാത്തി ഖൈറുൽ ലക്കും വമമാത്തി ഖൈറുൽ ലക്കും. എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. സുബ്ഹാനക യാ അല്ലാഹ്. ആ ഖൈറാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഒരിക്കലും മണ്ണോട് മണ്ണാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടുന്ന് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണ്ണോട് മണ്ണാവില്ല. അവിടുന്ന് ഖബറിൻ്റെ ഉള്ളിൽ ഇന്നും ജീവനോടെയുണ്ട്, ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വഫാത്തായി എന്ന് പറയാൻ കാരണം. അതുപോലും മനസ്സിലാക്കാത്ത മനുഷ്യരെ അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ചില ആളുകൾ ശരി അങ്ങനെ കൂലി കിട്ടും, ഓക്കെ, എന്നാൽ പള്ളിയിൽ നിങ്ങൾക്ക് ഇതൊക്കെ എന്തിനാ മൗലൂദ് ചൊല്ലണേ? അതിന് തെളിവുണ്ടോ? അതിനും തെളിവുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, തിർമിദിയിലുണ്ട്, അബൂദാവൂദിലുണ്ട്, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നുണ്ട്. ജാമിഅ തിർമിദിയിലെ 2846 ഹദീസ്, അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യന് മദീന പള്ളിയിൽ ഒരു സ്റ്റേജ് ഉണ്ടാക്കി കൊടുക്കുക. മദീന പള്ളിയിൽ 2 മിമ്പർ, ഒരെണ്ണം ഖുത്ബക്കാണെങ്കിൽ ഒരെണ്ണം മുത്തുനബി തങ്ങളുടെ മൗലിദ് പാടാനാ. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യളഉ ലിഹസ്സാന മിംബറൻ ഫിൽ മസ്ജിദി ഫകാന ഖായിമൻ യഖൂമു അലൈഹി യുഫാഖിറു അൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. മദീന പള്ളിയിൽ ഒരു മിമ്പർ ഉണ്ടാക്കി കൊടുത്ത റസൂലുള്ളാഹിനെ പുകഴ്ത്തി പാടാൻ, മൗലിദ് പാടാൻ. അവിടെ കയറി നിന്ന് റസൂലുള്ളാഹിയെ പുകഴ്ത്തി അങ്ങനെ പാടും. ശിർക്കാണ് എന്ന് പറഞ്ഞ് ഓടിക്കുകയല്ല ചെയ്തത്. ഒരൊറ്റ ദുആ. എന്താ ദുആ എന്നറിയോ? അല്ലാഹുമ്മ അയ്യിദിൽ ഹസ്സാന ബിറൂഹിൽ ഖുദ്സ്. പടച്ചോനെ, ഈ പരിപാടി ചെയ്യുന്ന കാലമത്രയും ഹസ്സാന് ജിബ്രീലിൻ്റെ സഹായം കൊടുക്കണേ അല്ലാ. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദ്സ് മാ യുഫാഖിറു അൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന കാലമത്രയും മൗലിദ് പറയുന്ന കാലമത്രയും ഹസ്സാന് ജിബ്രീലിൻ്റെ സഹായമുണ്ടെന്ന് സയ്യിദുനാ വഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. എന്താണ് ഈ മൗലിദിൽ പറയണത്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയത് മുത്തുനബി തങ്ങൾ തൗഹീദിൻ്റെ പടവാളാണ്, അവിടെ ജനിച്ചു, അതൊന്നും അല്ല. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലും അപ്പുറം മുത്തുനബിയുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം പോലും വർണ്ണിക്കുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ സ്വഹാബിയ, നേരെ മുഖത്ത് നോക്കിയിട്ട് പാടാൻ, വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി كأنك قد خلقت كما تشاء. യാ അല്ലാഹ്, വല്ലാത്തൊരു ഗാനാണത്, വല്ലാത്തൊരു മൗലിദാണ്. വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി. സുബ്ഹാനല്ലാഹ്, അങ്ങയെപ്പോലെ ഉത്തമരായൊരു മനുഷ്യനെ ഒരു കണ്ണും കണ്ടിട്ടില്ല നബിയേ. വഅജ്മലു മിൻക ലം തലിദിൻ നിശാഉ. അങ്ങയെപ്പോലെ ഇത്ര ഗ്ലാമറസായ, ഇത്ര മൊഞ്ചനായൊരു മനുഷ്യനെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയേ. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി. എല്ലാ ന്യൂനതകളിൽ നിന്നും അങ്ങ് പ്രൊട്ടക്റ്റഡ് ആണ് നബിയെ. അങ്ങനെയാണ് അങ്ങയെ പടയ്ക്കപ്പെട്ടിട്ടുള്ളത്. കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. ഇന്നാണെങ്കിൽ ഉമ്മാരൊക്കെ കൂടെ അത് ശിർക്കാക്കിയേനെ. എന്താ പറയണത്? അങ്ങ് എങ്ങനെയാണോ ആഗ്രഹിച്ചത്, അങ്ങയെ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് ആഗ്രഹിച്ചതുപോലെ അള്ളാഹ് അങ്ങയെ പടച്ചതാണോ എന്ന് തോന്നിപ്പോകും. ഇപ്പം നമ്മൾ ഈ മൂക്ക് കീപ്പിട്ടിരിക്കണത്, ഈ ചെവി ഇങ്ങനെ ഇരിക്കണത് നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ടാണോ? അല്ല. പക്ഷെ അങ്ങയുടെ ഈ ഭംഗി കണ്ടാലേ അങ്ങ് ആഗ്രഹിച്ചതുപോലെ പടച്ചോൻ അങ്ങയെ പടച്ചതുപോലെയുണ്ട്. ഇതങ്ങ് പാടിക്കൊടുക്കാം മുത്തുനബി തങ്ങളുടെ മുമ്പിൽ. ശിർക്കാണെന്നല്ല പറഞ്ഞത്, ജിബ്രീലിൻ്റെ സഹായം നിനക്കുണ്ടാകട്ടെ എന്ന് സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്താ തെളിവ് വേണ്ടത്? നമുക്ക് ചൊല്ലിക്കൂടെ മുത്തുനബി തങ്ങളുടെ മൗലിദ്? ചൊല്ലിക്കൂടെ? നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അത് ഈമാനുള്ളവർക്ക് റബീഉൽ അവ്വൽ വരുമ്പോൾ ഒരു സന്തോഷാന്നേ. കൽബിലൊരു വല്ലാത്ത സന്തോഷം, ഒരു പൂത്തിരി കത്തുന്നത് പോലെ. എൻ്റെ ഹബീബ് പിറന്ന മാസം. ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. സുബ്ഹാനല്ലാഹ്, തഖ്വ ഉണ്ടെങ്കിൽ അത് വരും, അല്ലാത്തവർക്ക് വരൂല. ചിലപ്പോൾ പാൻസൊക്കെ ഞെരിയാണ്ടിയുടെ മേലെ ആയിരിക്കും, വലിയ താടിയൊക്കെ ഉണ്ടാവും, നിസ്കാരമൊക്കെ കറക്റ്റായിരിക്കും. പക്ഷെ തഖ്വ ഇല്ലെങ്കിൽ പോയില്ലേ. വലിയ തലപ്പാവുണ്ടാവും, വലിയ താടി ഉണ്ടാവും, തഖ്വ ഇല്ലാത്തതുകൊണ്ട് ഈ തലപ്പാവ് ഇട്ടിട്ട് വലിയ കാര്യമുണ്ടോ? തഖ്വ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ തഖ്വയുടെ അടയാളമാണ് അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലെന്ന് റബ്ബുൽ ആലമീൻ. സ്നേഹം. പിന്നെ ഇത് സംവാദത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. മീലാദ് വരുമ്പോൾ ഒരു സംവാദത്തിൻ്റെ ആവശ്യമില്ല. മുത്തുനബി തങ്ങളോട് ഇഷ്കുള്ളവർ മൗലിദ് ചൊല്ലട്ടെ. ഇഷ്കില്ലേ നിങ്ങളുടെ കൽബിൽ? തെറി പറയാനും ചീത്ത പറയാനും ആക്ഷേപിക്കാനും നടക്കല്ലേ. മിണ്ടാതൊരു ഭാഗത്തിരുന്നോ. നാളെ ഹൗദുൽ കൗസറിൻ്റെ അടുക്കൽ പോകേണ്ടതല്ലേ. സ്വന്തം ഉമ്മ തിരിഞ്ഞു നോക്കൂല, ബാപ്പാക്ക് വേണ്ട മക്കൾ തിരിഞ്ഞു നോക്കില്ല, ഭാര്യയോ ഭർത്താവോ പരസ്പരം മൈൻഡ് ചെയ്യൂല. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബിയുടെ കാര്യം പോലും നോക്കൂല. ആ സമയത്ത് നമുക്ക് വേണ്ടി ഓടി വരണ നേതാവാത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിൻ്റെ മദ്ഹല്ലാതെ സ്വന്തം രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരുടെയൊക്കെ മദ്ഹുകൾ ഇങ്ങനെ ചറപറ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ മുത്തുനബി തങ്ങളുടെ മൗലിദ് പറയുമ്പോഴേക്ക് നിങ്ങൾക്കത് പറ്റുന്നില്ല എങ്കിൽ ഈമാനിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഈമാനിൽ ന്യൂനത സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നന്നാകാൻ ഇതിലും നല്ലൊരവസരമില്ല. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ. മുത്തുനബി തങ്ങളുടെ മദ്ഹ് ധാരാളം ചൊല്ലൂ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. എന്താണ് അല്ലാഹ് പറഞ്ഞത് സൂറത്തുൽ അഹ്സാബിൽ? അള്ളാഹുവും അവൻ്റെ മാലാകമാരും സ്വലാത്ത് ചൊല്ലുന്നു. പടച്ചോൻ സ്വലാത്തിലിടും എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വലാത്തിലിടണ പോലെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അങ്ങനെയല്ല. അള്ളാഹിനോട് തന്നെ ദ്വാരക്കോ? അങ്ങനെയല്ലല്ലോ. അവിടെ എന്താ? അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്, സനാ ആണ്. മലക്കുകളുടെ മുമ്പിൽ മുത്തുനബി തങ്ങളുടെ മൗലിദ് ഇങ്ങനെ പറയുന്ന റബ്ബുൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു. എല്ലാവരെയും വിളിച്ച് പറയണില്ല. ഈമാനുള്ളവരെ, ഈമാനുള്ള തഖ്വയുള്ളവരാണ് ഈമാനുള്ളവരെ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിങ്ങളും സ്വലാത്തും സലാമും ചെയ്യണേ, നിങ്ങളും മൗലിദ് ചൊല്ലണേ. അതൊക്കെ അതിൻ്റെ ആശയാണ്.
സ്വലാത്ത് ഇപ്പോൾ നമ്മൾ പറയും, ചിലർ പറയാൻ ഞങ്ങൾ സ്വലാത്തിനൊന്നും എതിരല്ല എന്ന് പറയും. എന്നാൽ ഒരു തസ്ബീഹ് എടുത്ത് 33 സ്വലാത്ത് ഡെയിലി ചൊല്ലുന്ന എത്ര പേരെ നമുക്ക് കാണാൻ പറ്റും? അത് ഈ പറയുന്ന ഈമാനുള്ളവരിലേ ഉണ്ടാവൂ, അല്ലാത്തവർക്ക് ചൊല്ലാൻ കഴിയില്ല എന്നാണ്. ഏതായാലും റബീഉൽ അവ്വൽ 1-ാമത്തെ ദിവസം ഇങ്ങനെ നമുക്കൊരു സദസ്സിൽ ഒരുമിച്ച് കൂടാൻ പറ്റിയല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. പഴയ കാലത്ത് ഈ പ്ലേഗ് രോഗം ബാധിച്ചപ്പോഴാണ് മഹാനായ സയ്യിദി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മങ്കൂസ് മൗലിദ് ഉണ്ടാക്കുന്നത്. അതിങ്ങനെ ഓതിപ്പോകുമ്പോഴേക്ക് പ്ലേഗ് രോഗം ഈ നാട്ടിൽ നിന്ന് അകന്നുപോയതുപോലെ നിപ്പ പുതിയ വകഭേദങ്ങളുമായി നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ. ധാരാളം മുത്തുനബി തങ്ങളുടെ മദ്ഹുകൾ നമ്മുടെ വീടുകളിൽ നിറയട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും അത് കാവലാണ്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. സുബ്ഹാനല്ലാഹ്. സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. അള്ളാഹിൻ്റെ ഹബീബ് ഒരു വീട്ടിലുണ്ടെങ്കിൽ, അവിടുത്തെ മദ്ഹ് ഒരു വീട്ടിലുണ്ടെങ്കിൽ, ആ വീട്ടിലേക്ക് വേറൊരു ലൈറ്റിൻ്റെ ആവശ്യമില്ല, ഒരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. അവിടെ പ്രകാശിക്കുന്ന സ്ഥലം തന്നെയാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ബറക്കത്തുണ്ടാകാൻ, സന്തോഷം ഉണ്ടാകാൻ, സമാധാനം ഉണ്ടാകാം. പഴയ കാലത്തൊക്കെ ഒരു വീട്ടിൽ 10 പിള്ളേരും എല്ലാവരും കൂടെ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഇന്ന് ഒരു കുട്ടിയായിട്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റണില്ല. പണ്ട് കാലത്ത് എല്ലാവരും മുത്തുനബി തങ്ങളുടെ മൗലിദും ആ സന്തോഷകരമായ റാച്ചീബുകളും അങ്ങനെയുള്ള മജിലിസുകളും ഒക്കെ ആയിട്ട് ഭംഗിയായി പോയപ്പോൾ ആത്മീയത ഉണ്ടായിരുന്നു. ഇന്ന് ആത്മീയതയില്ല. ഇതിനൊക്കെ നമ്മളിങ്ങനെ തഴയുകയാണ്. ആ തഴയുന്ന മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മെ പെടുത്തിക്കളയും കേട്ടോ. അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ. ധാരാളം സ്വലാത്ത് ചെല്ലുക, ധാരാളം സ്വലാത്ത്. ഈ റബീഉൽ അവ്വൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഏറ്റവും ചുരുങ്ങിയതൊരു 113 സ്വലാത്ത് എല്ലാ ദിവസവും നിയ്യത്ത് ചെയ്യുക. ഞാൻ ഒരു 113 സ്വലാത്ത് ചൊല്ലാതെ ഈ റബീഉൽ അവ്വൽ ഞാൻ കടത്തിവിടില്ല. ആ ഒരു നിയ്യത്തിൽ എല്ലാ ദിവസവും 113 സ്വലാത്ത് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്യുക. നമ്മുടെ റസാ വ്ളോഗ്സ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങളും ദുആ ചെയ്യുക. ഇത് ഒരു വലിയ കൂട്ടായ്മയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സായി ഇപ്പോൾ തന്നെ 1.5 ലക്ഷത്തിൽ പരം ആളുകളുണ്ട്. അൽഹംദുലില്ലാ. ഇവരെല്ലാവരും സ്വലാത്ത് ചൊല്ലിയിട്ട് റസാ വ്ളോഗ്സ് കുടുംബത്തിന് ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ ഖൈർ നൽകണേ അല്ലാഹ് എന്ന് ദ്വാരന്നാൽ നമുക്കും ഗുണം കിട്ടും, ആ 1.5 ലക്ഷത്തിൽ പരം ആളുകൾക്കും ഗുണം കിട്ടും. ഇതിൽ പരം ഭാഗ്യം എന്താണ്? എല്ലാവരുടെയും ദുആ നമുക്ക് കിട്ടുകയല്ലേ. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ചാനലിൽ സൈക്കോളജിക്കലായി മറ്റുമൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകളിത് കാണുന്നുണ്ട്, പലരും കാണുന്നില്ല. ഇപ്പോൾ കുറേ അങ്ങോട്ട് നോട്ടിഫിക്കേഷൻ വരാത്തൊരു പ്രശ്നമൊക്കെ പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ തേടിപ്പിടിച്ചത് കാണുക. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. സന്തോഷ വർത്തമാനങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും ജീവിതത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? മഹാനായ ഒരു സ്വഹാബിയെ കുറിച്ചാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അല്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന് വേണ്ടി ഒരു ദിർഹമാരെങ്കിലും ഹദിയ ചെയ്താൽ, ചിലവഴിച്ചാൽ സ്വർഗത്തിൽ അവൻ എൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞതാരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണത്രേ. അള്ളാഹു അവരുടെയൊക്കെ മദദ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് അവിടുത്തെ മദ്ഹ് പാടിയപ്പോൾ സന്തോഷം കൊണ്ട് മുത്തുനബി തങ്ങൾ ശരീരത്തിലുണ്ടായിരുന്ന ഒരു ഷോൾ എടുത്ത് ആ സ്വഹാബിയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ അണിയിച്ചു കൊടുക്കുന്നുണ്ട്. മുത്തുനബിയുടെ മൗലിദ് ചൊല്ലിയപ്പോൾ ആ സ്വഹാബിയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റഹ്മാനായ റബ്ബേ, നീ ഞങ്ങളുടെ സദസ്സ് സ്വീകരിക്കണയല്ല. ഇന്ന് പറഞ്ഞതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ തൗഫീക്ക് നൽകണയല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റം പ്രണയം കൊണ്ട്, മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് നിറയ്ക്കണയല്ല. പുത്തൻ വാദങ്ങളിലേക്ക്, ബിദ്അത്തുകളിലേക്ക്, വലാലത്തുകളിലേക്ക്, നിഫാഖിലേക്ക് പോകുന്നതിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തിനെ നീ സംരക്ഷിക്കണയല്ല. നിൻ്റെ മാരിഫത്തായ നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണയല്ല. നിന്നെ സ്നേഹിക്കാൻ, നിന്നെ
നിന്നെ അറിയാൻ, നിൻ്റെ ഹബീബിലൂടെ അറിയാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. പൊന്നു മക്കളെ നന്നാക്കണേ അല്ലാ. അതവുള്ളവരും മാതാപിതാക്കളുടെ പൊരുത്തമുള്ള മക്കളുമാക്കണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് ആളുകൾ പലവിധ എക്സാമുകൾ എഴുതുന്നുണ്ട്. യാ റബ്ബന, ഉന്നത വിജയം നൽകണേ അല്ലാ. പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. എത്രയെത്ര രോഗികളാണ്, അസുഖബാധിതരാണ്, പലരും ഹോസ്പിറ്റലുകളിലാണ്. ആജിലും കാമിലുമായ ശിഫാ നീ നൽകണേ അല്ലാ. ഖൽബ് നന്നാക്കണേ അല്ലാ. പടച്ചവനെ, സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. ഹൈറായൊരു വിവാഹ ജീവിതം കൊതിച്ചിട്ട് നടക്കാതെ കാത്തിരുന്ന് വിഷമിക്കുന്നവരുണ്ട്. യാ റബ്ബന, എല്ലാവർക്കും ഹൈറായ ഇണകളെ നീ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മേഖലകളിൽ സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, ഹൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള തൊഴിലിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പ്രവാസികൾക്ക് ഹൈർ ചെയ്യണേ അല്ലാ. പടച്ചവനെ, യാ റബ്ബന, ഈ സ്വബാഹുൽ ഹൈറിനെ സ്നേഹിക്കുന്ന ഇതിൻ്റെ അഹ്ലുകാർ, ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ എല്ലാവരെയും നീ ചേർത്ത് പിടിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. കൈവെടിയല്ല തമ്പുരാനെ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പിന്നെ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഉണർത്തിയിരുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വലിൽ എല്ലാ ദിവസവും രാത്രി കൃത്യം സമയം നമുക്കിങ്ങനെ നിങ്ങളുടെ സൗകര്യം പോലെ 7:15 മുതൽ 7:45 വരെ അങ്ങനെ ആക്കണോ? അല്ലെങ്കിൽ 7:30 മുതൽ പിന്നെ 8 മണിക്ക് മുമ്പ് ഇശാബാങ്കം വരും. ചിലപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ നിന്നിട്ടായിരിക്കും ലൈവ് ചെയ്യുന്നത്. ഇവിടെ ചിലപ്പോൾ ബാങ്ക് വിളിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ ലൈവിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പോൾ 1/2 മണിക്കൂർ മാക്സിമം. ഇപ്പോൾ 7:15 മുതൽ അങ്ങനെയാണെങ്കിൽ നമുക്കതുപോലെ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 1-ാമത്തെ രാവ് മുതൽ നമുക്കങ്ങ് മൗലിദ് ചൊല്ലണം. മുത്തുനബിയുടെ ഹബീബിൻ്റെ നെദുറ നമുക്ക് ലഭിക്കണം. ഇൻഷാ അല്ലാഹ് രാവിലത്തെ സ്വബാഹുൽ ഹൈർ, വൈകുന്നേരത്തെ ഈ സദസ്, ഇതിൽ രണ്ടിലും കൃത്യമായി പങ്കെടുക്കുന്ന ഇതിൻ്റെ അഹലുകാരായിത്തീരുന്ന ആളുകളിൽ നിന്ന് ഒരാൾക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ മാസം ഏത് ദിവസമാണ് ഞാൻ പറയണില്ല, നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് കൊടുക്കണം. അത് സ്വലാത്ത് കൂടുതൽ ചൊല്ലുന്നവരാണോ, അല്ലെങ്കിൽ കൃത്യമായി പങ്കെടുക്കുന്നവരാണോ, അല്ലെങ്കിൽ ക്വിസിനാണോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതുടനെ നമ്മുടെ അഡ്മിൻസൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് നമുക്കത് പറയാം. ഏതായാലും അള്ളാഹു അത് അർഹരായ ആളുകളുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.